അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അദ്ദേഹം ജനിച്ചത് 1706. മാർത്താണ്ഡവർമ്മയുടെ പിതാവ് കിളിമാനൂർ കോയിത്തമ്പുരാൻ. ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകനെന്ന് അറിയപ്പെടുന്ന അദ്ദേഹം ആധുനിക അശോകനെന്നും തിരുവിതാംകൂറിൻ്റെ ഉരുക്കുമനുഷ്യൻ അഥവാ ബിസ്മാർക്ക് എന്ന പേരിലും അറിയപ്പെടുന്നു. 1723 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി നെയ്യാറ്റിൻകരയുടെ ഇളമുറ തമ്പുരാൻ എന്ന പേരിൽ വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ച തിരുവിതാംകൂർ രാജാവാണ്. ഒരു പാശ്ചാത്യ ശക്തിയെ യുദ്ധത്തിൽ തോൽപ്പിച്ച ആദ്യ ഇന്ത്യൻ ഭരണാധികാരിയും കായംകുളത്തെ ശ്രീകൃഷ്ണപുരം കൊട്ടാരത്തിലെ ഗജേന്ദ്രമോക്ഷൻ ചുമച്ചിത്രം പണി കഴിപ്പിച്ച തിരുവിതാംകൂർ രാജാവും കൂടിയാണ്. ഹിരണ്യഗർഭം ചടങ്ങ്, ശുചീന്ദ്രൻ കൈമുക്ക്, ഭൂസർവേ എന്നിവ ആരംഭിച്ച തിരുവിതാംകൂർ രാജാവാണ് അദ്ദേഹം. രാജ്യവിസ്തൃതി ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ചു. തിരുവിതാംകൂറിൽ ജന്മിത്ത ഭരണം അവസാനിപ്പിച്ചു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറജപവും ഭദ്രദീപവും ആരംഭിച്ചു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഒറ്റയ്ക്കൽ മണ്ഡപം പണി കഴിപ്പിച്ചു. മരുമക്കത്തായ സമ്പ്രദായപ്രകാരം വേണാട്ടിൽ അധികാരത്തിൽ വന്ന ആദ്യ രാജാവാണ് അദ്ദേഹം. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് നിർമ്മിച്ച അണക്കെട്ടുകളാണ് പൊന്മന അണ, പുത്തനണ എന്നിവ. മാർത്താണ്ഡവർമ്മയുടെ സമകാലികരായിരുന്നു രാമപുരത്ത് വാര്യരും കുഞ്ചൻ നമ്പ്യാരും. മാർത്താണ്ഡവർമ്മയുടെ സംരക്ഷണ ചുമതലയുണ്ടായിരുന്ന നായർ സമുദായ സൈന്യമാണ് നായർ ബ്രിഗേഡ്. വസ്തുവകകളെ ദേവസം, ബ്രഹ്മസം, ദാനം, പണ്ടാരവക എന്നിങ്ങനെ വിഭജിക്കുന്ന സമ്പ്രദായം ഏർപ്പെടുത്തിയ മാർത്താണ്ഡവർമ്മയുടെ മന്ത്രിയാണ് മല്ലയ്യൻ ശങ്കരൻ. മാർത്താണ്ഡവർമ്മയുടെ ആസ്ഥാന കവിയാണ് കൃഷ്ണശർമ്മ. മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ ഭരണ തലസ്ഥാനമാണ് പത്മനാഭപുരം. അദ്ദേഹത്തിൻ്റെ കാലത്തെ വ്യാപാര തലസ്ഥാനമാണ് മാവേലിക്കര. കുളച്ചിൽ യുദ്ധം. കുളച്ചിൽ യുദ്ധം നടന്ന വർഷം 1741 ഓഗസ്റ്റ് 10. കുളച്ചിൽ യുദ്ധത്തിൽ ഏറ്റുമുട്ടിയത് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണ്. കുളച്ചിൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തുകയുണ്ടായി. ചരിത്രത്തിലാദ്യമായി ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയുടെ മുന്നിൽ പരാജയപ്പെട്ടു. മാർത്താണ്ഡവർമ്മയ്ക്ക് മുന്നിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപനാണ് ഡിലനോയ്. തിരുവിതാംകൂറിൻ്റെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെട്ടു. ഡിലനോയ് സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കന്യാകുമാരിയിലെ ഉദയഗിരി കോട്ടയിലാണ്. കുളച്ചൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലാണ്. തൃപ്പടിദാനം. മാർത്താണ്ഡവർമ്മ തൻ്റെ രാജ്യത്തെ ശ്രീ പത്മനാഭസ്വാമിക്ക് സമർപ്പിച്ച സംഭവമാണ് തൃപ്പടിദാനം. തൃപ്പടിദാനം നടന്നത് 1750 ജനുവരി 3-നാണ്. തൃപ്പടിദാനത്തിന് ശേഷം തിരുവിതാംകൂറിലെ ഭരണാധികാരികൾ പത്മനാഭദാസന്മാർ എന്നറിയപ്പെട്ടു. രണ്ടാം തൃപ്പടിദാനം നടത്തിയത് കാർത്തിക തിരുനാൾ രാമവർമ്മ. രണ്ടാം തൃപ്പടിദാനം നടന്ന വർഷമാണ് 1766. മാവേലിക്കര ഉടമ്പടി 1753 ഓഗസ്റ്റ് 15-നാണ് നടന്നത്. മാവേലിക്കര ഉടമ്പടി ഒപ്പുവെച്ചത് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണ്. മാവേലിക്കര ഉടമ്പടി വഴി ഡച്ചുകാർ കുരുമുളകിന് പകരമായി യുദ്ധസാമഗ്രികൾ തിരുവിതാംകൂറിന് നൽകണമെന്നും തിരുവിതാംകൂറിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഡച്ചുകാർ ഇടപെടരുത് എന്നും ധാരണയായി. ഡച്ച് ഭരണം കേരളത്തിൽ അവസാനിക്കാൻ കാരണമായ ഉടമ്പടിയാണ് മാവേലിക്കര ഉടമ്പടി. മാർത്താണ്ഡവർമ്മയുടെ സർവ്വസൈന്യാധിപനായിരുന്നു രാമയ്യൻ ദളവ. 1746 പുറക്കാട് യുദ്ധം നടന്നു. കായംകുളം പിടിച്ചെടുത്തു. മാർത്താണ്ഡവർമ്മയും കായംകുളം രാജാവും തമ്മിൽ മാന്നാർ ഉടമ്പടിയിൽ ഒപ്പുവെച്ച വർഷമാണ് 1742. 1754 അമ്പലപ്പുഴ യുദ്ധവും ആനന്ദേശ്വര യുദ്ധവും നടന്നു. 1958 മാർത്താണ്ഡവർമ്മ നാട് നീങ്ങി. മാർത്താണ്ഡവർമ്മയുടെ ഭരണപരിഷ്കാരങ്ങൾ. ബഡ്ജറ്റ് പതിവ് കണക്ക് എന്ന പേരിലായിരുന്നു. ചെക്ക് പോസ്റ്റ്, ചൗക്കകൾ, പോസ്റ്റൽ സമ്പ്രദായം, അഞ്ചല്, താലൂക്ക് ഓഫീസ്, മണ്ഡുബത്തും വാതുക്കൽ, തഹസിൽദാർ, കാര്യക്കാർ, വില്ലേജ് ഓഫീസ്, പകുതികൾ, വില്ലേജ് ഓഫീസർ, പർവർത്തിക്കാർ, ധനമന്ത്രിമാർ, മുളക്, മടിശീലക്കാർ.